ഈ നൂറ്റാണ്ടിലെ മഹാകുംഭമേള ഒരു മഹാവിജയമാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഹാകുംഭമേള മഹാവിജയം തന്നെ ആയി മാറുകയാണ്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 28 വരെ 45 ദിവസം മാത്രമുണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമത്തിൽ 144 വർഷം കൂടിയ മഹാകുംഭമേള പല ലോക റെക്കോർഡുകളും സ്വന്തമാക്കിക്കൊണ്ട് ലോക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാകുകയാണ്. 40-45 കോടി ആൾക്കാർ പങ്കെടുക്കുമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഈ കുംഭമേളയിൽ മഹാശിവരാത്രി നാളിൽ മേളയുടെ തിരശ്ശീല വീണപ്പോൾ 66 കോടി 30 ലക്ഷം ജനങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ആ കണക്ക് ഉയരാൻ സാധ്യത ഏറെയാണ്. അമേരിക്കയുടെ ആകെ ജനസംഖ്യയുടെ ഇരട്ടി ആൾക്കാർ പങ്കെടുത്തു എന്നതാണ്. അമേരിക്കയിൽ 33 കോടി ജനങ്ങളാണ് ആകെയുള്ളത്. ഭാരതത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം ആൾക്കാർ അവിടെ വന്ന് സ്നാനം ചെയ്തു എന്നതും അറിയണം. ഭാരത ജനസംഖ്യ 142 കോടിയാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ പ്രയാഗ്രാജിൽ മഹാകുംഭ് ജില്ല എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ് ഇത്രയും ആൾക്കാർ വന്നത് എന്ന് അറിയുക. കുംഭമേളയിൽ സ്നാനം ചെയ്തതിൽ 3.5 കോടി വിദേശികളും ഉൾപ്പെടുന്നു. 45 ദിവസം മാത്രമുള്ള ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഈ 66 കോടി 30 ലക്ഷം ജനങ്ങൾ ഒരേ സ്ഥലത്ത് സംഗമിച്ച് സ്നാനം ചെയ്തത് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ഥലത്തും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നത് ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. അതും ഹിന്ദുക്കൾ മാത്രമല്ല എന്നും നിങ്ങൾ അറിയുക. ഭാരതത്തിന് അകത്തും പുറത്തും വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും ആചരണങ്ങളിലുമൊക്കെ വ്യത്യസ്തരായവരാണ് ഇവിടെ വന്ന് സ്നാനം കഴിച്ച് മടങ്ങിയത്. ഏറ്റവും വലിയ പ്രത്യേകത, സെമിറ്റിക് മതക്കാരെ പോലെ നിങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണം, തീർച്ചയായും വരണം എന്ന് ആരും ആരോടും ആഹ്വാനം ചെയ്യുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും സ്വന്തം ഇഷ്ടത്തിലും താല്പര്യത്തിലും കൗതുകത്തിലും മാത്രമാണ് ഇവിടെ വന്ന് കണ്ടതും കേട്ടതും സ്നാനം കഴിച്ച് മടങ്ങിയതും ഒക്കെയും. നേരത്തെ പല കുംഭമേളകൾ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും വളരെയധികം ജനങ്ങൾ പങ്കെടുത്തതും ഈ കുംഭമേളയിൽ മാത്രമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ പലരും കുടുംബസമേതം ആണ് എന്നതും ഒരു പ്രത്യേകത ആണ്. അതുകൊണ്ടായിരിക്കാം 122ഓളം കുഞ്ഞുങ്ങൾ കുംഭനഗരിയിൽ വെച്ച് ജന്മമെടുത്തു എന്നത് ചരിത്രം. ആ പുണ്യജീവനുകളുടെ ഒരു ഭാഗ്യം എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ ട്രെയിനിലും ബസ്സിലും ഒക്കെയായി സാമ്പത്തികമുൾപ്പെടെ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളും ശാരീരിക ക്ലേശങ്ങളും അനുഭവിച്ചാണ് അവർ അവിടെ എത്തിയതെന്നും നിങ്ങൾ അറിയുക. എന്തൊക്കെ യാതനകൾ സഹിച്ചിട്ടായാലും സ്വന്തം ഇഷ്ടത്തിന് മാത്രം അവിടെ എത്തിയ അവരുടെ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്തോ നേടിയ, എന്തൊക്കെയോ കിട്ടിയ ഒരു വലിയ വിജയത്തിൻ്റെ ചാരിതാർത്ഥ്യം, സംതൃപ്തി, ആ ആഹ്ലാദം എല്ലാവരുടെയും മുഖങ്ങളിൽ അലയടിക്കുന്നത് നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. അതുതന്നെയാണ് കുംഭമേളയുടെ ഏറ്റവും മഹാവിജയവും. ചില ദുഷ്ടശക്തികൾ ചോദിക്കുന്നുണ്ട് അവിടെ പോയി സ്നാനം കഴിച്ചിട്ട് എന്തു കിട്ടി എന്ന്. അവർക്കുള്ള മറുപടി, അവരുടെ കൂട്ടത്തിൽപ്പെട്ട നിരീശ്വരവാദികളായിട്ടുള്ള പാർട്ടിക്കാർ പലരും ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ പോയി കുംഭമേളയിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. അവർ എന്തിന് പോയി എന്ന് അവരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് എന്തു കിട്ടി എന്നുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പല മന്ത്രിമാരും ഒക്കെ വന്ന് സ്നാനം ചെയ്ത പ്രമുഖരിൽ പെടുന്നു. മൗറീഷ്യസ് പ്രധാനമന്ത്രിയും ഭൂട്ടാൻ രാജാവുമൊക്കെ സ്നാനം ചെയ്തില്ലേ?
കോടികളുടെ ആസ്തിയുള്ള ആപ്പിൾ ഫോണിൻ്റെ ഓണർ കമല എന്ന പേരു സ്വീകരിച്ച് 20 ദിവസം കുംഭനഗരിയിൽ തന്നെ കഴിഞ്ഞല്ലോ. ഏറ്റവും മഹത്തരമായി നമ്മൾ അറിയേണ്ടത് ഭാരതത്തിലെ എല്ലാ പരമ്പരയിലും പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നു എന്നുള്ളതാണ്. വനാന്തർ ഭാഗങ്ങളിലും ഹിമാലയത്തിലെ ഗുഹകളിലും വിവിധങ്ങളായിട്ടുള്ള ആശ്രമങ്ങളിലെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർ ഉൾപ്പെടെ ഇവിടെ ഒത്തുകൂടുന്നു. ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ടവരും നാഗസന്യാസിമാരും അവധൂതന്മാരും ഒക്കെയും ഇവിടെ സംഗമിക്കുന്നു. 1,00,000-ഓളം ഹോമങ്ങൾ ഒരേ സമയം ഇവിടെ നടക്കുന്നു. വേദങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇവിടെ വിവിധ ആചാര്യന്മാർ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ എല്ലാം കൂടിയ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ 10 മടങ്ങ് അപ്പുറമാണെന്ന് അറിയുക. പിന്നെ രാജ്യത്തിൻ്റെ GDPയിൽ വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം വരുമാനം 3 ലക്ഷം കോടി കടന്നു എന്നാണ്. ആ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പോലും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചത്തിലായിട്ടുണ്ട്. ചായ വിൽക്കുന്നവർ മുതൽ സ്കൂട്ടറിൽ ആളെ കൊണ്ടുവിടുന്നവരുടെ വരെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മാറി. ഭാരതത്തിലെ വിമാന സർവീസുകൾക്ക്, റെയിൽവേക്ക്, പെട്രോൾ പമ്പുകൾക്ക് വരെ കോടികളുടെ വരുമാനമല്ലേ കുംഭമേള ഉണ്ടാക്കിയത്. നാസയും യുനെസ്കോയുമൊക്കെ കുംഭമേളയെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയാണ്. 3 ഗിന്നസ് റെക്കോർഡുകൾ നേടിക്കൊണ്ടാണ് ഈ കുംഭമേള അവസാനിച്ചതെന്നുകൂടി നിങ്ങൾ അറിയുക. ഇത്രയും വലിയ ക്രൗഡ് മാനേജ്മെൻറ്റ് വളരെ കുറ്റമറ്റ തരത്തിൽ നിർവഹിച്ച സന്യാസി ശ്രേഷ്ഠനായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ എത്ര പ്രശംസിച്ചാലാണ് മതിയാവുക. പ്രത്യേക ബോണസ് കൊടുത്ത് ശമ്പളം വർദ്ധിപ്പിച്ച് ശുചീകരണ തൊഴിലാളികൾക്കൊപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ മുഖ്യമന്ത്രിയെ വേറെ എവിടെ കാണാൻ സാധിക്കും? കാലനിയോഗത്തിൻ്റെ കഥാപുരുഷനായ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ഹരി ഓം.